ഞാൻ അതിനെ കാണുന്നത് ഇപ്പോൾ ഒന്ന് ആദ്യം 2020 കാര്യത്തിൽ 2020 അവർ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു സ്വീകാര്യത കുന്നത്തുനാട് തന്നെ നഷ്ടപ്പെട്ടു. ശബരിമല വിഷയത്തിൻ്റെ ഒരു ഗൗരവം എന്ന് പറയുന്നത് ജനങ്ങളതിനെ നോക്കിക്കാണുന്നത് വളരെ പരിപാവനമായിട്ടുള്ള ശബരിമലയിൽ പോലും കൊള്ള നടക്കുന്നു എന്നുള്ളതാണ്. മൃഗങ്ങൾ മുഴുവൻ നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ഇതൊരു മാറിയ സാഹചര്യമാണ്. ഞാൻ പറഞ്ഞില്ല, ഒരു ഗവൺമെൻറ് ഒരു ഉത്തരവാദിത്തം എന്താ, സംസ്ഥാനത്ത് ജനങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് എന്തോ ഒരു പ്രതിരോധം എന്തെങ്കിലും. കാരണം ഇപ്പോൾ സാഹചര്യം മാറി. കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മലയോര മേഖലയിൽ മുഴുവൻ പ്രശ്നമാണ്. ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? ഗവൺമെൻറ്റിന് അങ്ങനെ വകുപ്പുണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. മയക്കുവെടിയേറ്റത് ആർക്കാന്ന് സംശയമുണ്ട്. മയക്കുവെടി ആനയ്ക്കാണോ കൊണ്ടത് അതോ സർക്കാരിലിരിക്കുന്ന ചില ആളുകൾക്കാണോ എന്നുള്ള സംശയത്തിരിക്കുക. 2020 BJPയുടെ ഭാഗമായി BDJS ഏതാണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് എനിക്ക് തോന്നുന്നു. അവർക്ക് വേറെ സീറ്റുകളൊന്നും കേരളത്തിൽ ഇതുവരെ കിട്ടിയില്ലെന്ന് തോന്നുന്നു. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏതോ 4-5 മെമ്പർമാരെങ്ങാണ്ടേ ഉള്ളൂ ആകപ്പാടെ. ഈ 2020 BJPയിലേക്ക് വരികയും BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടുകയും പിന്നെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞെങ്കിലും കേരളത്തിൽ വ്യാപകമായ രീതിയിൽ അവർ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു 1, 2, 3 മെമ്പർമാരെ വീതം, ചിലയിടത്താണെങ്കിൽ പ്രതിപക്ഷം, ചിലയിടത്ത് നറുക്കിട്ടടപ്പം പ്രസിഡന്റ് സ്ഥാനം, ഇങ്ങനെയൊക്കെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ ഭാഗത്തൊക്കെ അങ്ങനെ സംഭവിച്ചു. എന്താ റോജി, നിങ്ങളതിനെ ഇങ്ങനെ കാണുന്നേ? ഞാൻ കോൺഗ്രസിൻ്റെ ഒരു പാർട്ടായിട്ട് ചോദിക്കുന്നല്ല, എങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്? ഇപ്പോൾ ഒന്ന് ആദ്യം 2020 കാര്യത്തിൽ 2020 അവർ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു സ്വീകാര്യത കുന്നത്തുനാട് തന്നെ നഷ്ടപ്പെട്ടു. കാരണം ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും 2020 കൈവശം ഉണ്ടായിരുന്ന പല സീറ്റുകളും അവർക്ക് നഷ്ടപ്പെട്ടു. അതൊക്കെ പഞ്ചായത്തൊക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവർക്ക് പാർട്ടി വിത്ത് എ ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിക്കാതെ ഇപ്പോൾ BJPയുടെ കൂടെ കൂടിയതോടുകൂടി ഞങ്ങൾ മറ്റ് പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമല്ല എന്നും ഇതൊരു ആശയപരമായിട്ടുള്ള ഒരു പാർട്ടി എന്നതിൽ നിന്നും മാറി ഇത് ചിലരുടെ ആമാശയപരമായിട്ടുള്ളൊരു വിഷയമായി മാറി. അപ്പോൾ ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട്. അതിൽ ബിസിനസ് താല്പര്യമുണ്ട്, ഉണ്ടാവാം, ബിസിനസ് താല്പര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർക്ക് ബിസിനസ് താല്പര്യങ്ങളാണല്ലോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. അവരുടെ സ്ഥാപനത്തെ ബേസ് ചെയ്താണല്ലോ ഈ പാർട്ടി. ഒരു ബിസിനസ് സ്ഥാപനത്തെ ബേസ് ചെയ്തിട്ടാണ് ഈ പാർട്ടി നിലനിൽക്കുന്നത്. അപ്പോൾ അത് പിന്നെ ED അന്വേഷണത്തെക്കുറിച്ചൊക്കെ നമ്മൾ വാർത്തകളൊക്കെ കണ്ടു. അപ്പോൾ BJPയെ പോലുള്ള പാർട്ടിയുടെ സഹായം അവരുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ട് വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 2020 ഉണ്ടായിരുന്ന ഒരു ന്യൂട്രൽ പൊസിഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ നഷ്ടപ്പെട്ടു. അവർക്ക് ഇനിയിപ്പം BJPയുടെ ഒരു ഘടകകക്ഷി എന്നുള്ള ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ. ഭാവിയിൽ ഈ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ BDJSൻ്റെ അവസ്ഥയിലേക്കാവും 2020 NDAയിൽ. അല്ല, പക്ഷേ അതിനിടയ്ക്ക് സാബു ജേക്കബ് തന്ത്രപരമായിട്ടാണോ ഈ സഭാതർക്കത്തെ ഇതിനകത്തേക്ക് വലിച്ചു കൊണ്ടുവന്നത്? ഞാൻ BJPയുടെ കാര്യം നമുക്ക് പിന്നെ വരാം. ഈ അദ്ദേഹം വളരെ തന്ത്രപരമായിട്ടാണെന്ന് തോന്നുന്നു ഓസ്ട്രേലിയയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബാവയെ വിളിച്ച്, നമ്മുടെ അന്ത്യോഖ്യ ബാവയെ വിളിച്ച് പെട്ടെന്ന് തന്നെ ഡൽഹിയിൽ കൊണ്ടിരുന്നു. മോദിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച ഏർപ്പെടുത്തുന്നു. ഞാൻ പിന്നെ ഓർത്തഡോക്സ് സഭയായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മോദി നേരിട്ട് അത് ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് ഇടപെട്ട് കേരളത്തിൽ ശരിക്കും വരുന്നത് കേരളത്തിലെ സഭകളാണല്ലോ ഇത് രണ്ടും. ഈ മലങ്കര സഭകളിലെ ഈ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാമെന്ന് പറയുന്നത് ഇത് അതിനകത്ത് എന്താണ് അദ്ദേഹം യാക്കോബായ വിഭാഗത്തിൽപ്പെട്ട ഒരാളും അവരുടെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പം സഭാ തർക്കമൊക്കെ പരിഹരിക്കപ്പെടുന്നതിനകത്ത് നമുക്കൊക്കെ സന്തോഷമേ ഉള്ളൂ. അല്ലെങ്കിൽ അത് എന്തെങ്കിലും സഭകൾ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ അത് രമ്യമായി ചർച്ചയുടെ വഴിയിലൂടെ അതൊക്കെ പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ്. അതിനകത്ത് ഇപ്പോൾ 2020 എന്ത് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ഇടപെട്ട് അങ്ങനെ തീർക്കുമെന്നൊന്നും നമ്മളാരും കരുതുന്നില്ല. അതൊക്കെ കോടതിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കേസുകളും പിന്നെ അതിനകത്ത് കുറേ നിയമപ്രശ്നങ്ങളും പിന്നെ സഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ വിഷയങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും ആ തരത്തിലൊന്നും തീരുമെന്നൊന്നും നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഇവരിത് BJPയുടെ ഭാഗത്തു നിന്നൊക്കെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടിട്ടുള്ള ചില കലാപരിപാടികളുടെ ഭാഗമായിട്ട് അതിനെ കാണേണ്ടതുള്ളൂ. ഇവിടെ താങ്കൾ നേരത്തെ പറഞ്ഞ ഇനി BJPയുടെ കാര്യത്തിലേക്ക് വന്നാൽ തന്നെ BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ പൊതുവിൽ പരിശോധിക്കുമ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന ഒരു വോട്ടിംഗ് പാറ്റേണിലേക്ക് വന്നിട്ടില്ല, ഒരു പെർസെൻറ്റേജിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വരാൻ കഴിഞ്ഞില്ല. എനിക്ക് തൃശ്ശൂരിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ആളാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കുമെന്ന് പറഞ്ഞാണ് BJP ഇറങ്ങിയത്.
പക്ഷേ തൃശ്ശൂർ കോർപ്പറേഷനിൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മൂന്നാം സ്ഥാനത്തായല്ലോ. മൂന്നാം സ്ഥാനത്തായത് മാത്രമല്ല അവർക്ക് യാതൊരു തരത്തിലുള്ളൊരു മുന്നേറ്റം വോട്ടിംഗ് പെർസെൻറ്റേജിൽ പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പം അത് അവിടെ കോൺഗ്രസ്സാണ് വിജയിച്ചത്. അപ്പം വലിയ ഒരു മുന്നേറ്റം കേരളത്തിൽ ഉണ്ടായി എന്നൊന്നും നമുക്ക് അവകാശപ്പെടാൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൊണ്ട് സാധിക്കില്ല. ഈ ശബരിമല വിഷയം എന്തായാലും കീനായിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നൊരു വിഷയമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവമായിട്ട് ബാധിക്കുന്നൊരു വിഷയമല്ലേ? അത് ആർക്കായിരിക്കും അതിൻ്റെ ഒരു ആ വിഷയത്തിൽ വിശ്വാസികളുടെ ഒരു പിന്തുണ ആർക്കായിരിക്കും? ഇപ്പോൾ എന്തായാലും ഇത് ഇടതുപക്ഷത്തിനെതിരാണെന്നുള്ളത് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. കാരണം പിടിക്കപ്പെട്ടവരിലെല്ലാവരും, അകത്ത് പോയവരിലെല്ലാവരും CPM നേതാക്കന്മാർ തന്നെയാണ്. എന്തായിരിക്കും? ഇപ്പോൾ ശബരിമല വിഷയത്തിൻ്റെ ഒരു ഗൗരവം എന്ന് പറയുന്നത് ജനങ്ങളതിനെ നോക്കിക്കാണുന്നത് വളരെ പരിപാവനമായിട്ടുള്ള ശബരിമലയിൽ പോലും കൊള്ള നടക്കുന്നു എന്നുള്ളതാണ്. സർക്കാർ ഇപ്പം നമ്മൾ പറയുന്ന നാട് മുഴുവൻ കൊള്ളയടിച്ചു, ഇപ്പോൾ അമ്പലങ്ങളിലും ആരാധനാലയങ്ങളിലും കക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ശബരിമലയെ പോലും ഇവർ വെറുതെ വിടില്ല എന്ന് പറയുമ്പോൾ CPMൻ്റെ ജീർണത, അല്ലെങ്കിൽ അവർ പണത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ നേതാക്കന്മാരുടെ ആർത്തി, അവരേതറ്റം വരെ പോകുമെന്നാണ് ശബരിമല വിഷയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അവിടെ കളവ് നടത്തുന്നത് CPMൻ്റെ ആളുകൾ, കൂട്ടുനിൽക്കുന്നത് CPMൻ്റെ ആളുകൾ, അവരെ സംരക്ഷിക്കുന്നത് ഇതേ CPM. അവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരെല്ലാം അവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ആളുകൾ മുഴുവൻ ആളുകളും CPMമായി ബന്ധപ്പെട്ട ആളുകളാണ്. ഇതിനെല്ലാം പുറമെ ഇത്രയും വലിയ ഒരു കുറ്റകൃത്യം നടത്തിയിട്ട് സുപ്രീം കോടതി പോലും ജാമ്യം നിഷേധിച്ച പ്രതികൾ എന്ന് വെച്ചാൽ, സുപ്രീം കോടതി ജാമ്യം നിഷേധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് അത്രയും ബോധ്യമുള്ളതുകൊണ്ടാണ് ആ പ്രതികളെ പാർട്ടി നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല. പാർട്ടി സംരക്ഷിക്കുകയാണ്. അപ്പോൾ പാർട്ടിക്ക് അവരെ പോലും സംരക്ഷിക്കേണ്ട ബാധ്യത വരുന്നു എന്ന് പറഞ്ഞാൽ അത് പാർട്ടിക്കകത്തൊക്കെ എന്തൊക്കെയോ പാർട്ടിക്ക് പങ്കുണ്ടെന്നുള്ളതാണ് അതിനകത്ത്. അല്ലെങ്കിൽ ഇവരെ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ഇവർ കൊള്ളയടിക്കുന്ന പണം ഇവർക്ക് വേണ്ടി മാത്രമല്ല എന്ന് വിശ്വസിക്കേണ്ടി വരുമോ? ഇതിൻ്റെ പങ്ക് എല്ലാവരും പറ്റുന്നുണ്ടെന്നുള്ളതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരാൾ കളവ് നടത്തുന്നു, ആ കളവ് നടത്തുന്ന ഒരാളെ സംരക്ഷിക്കാനായിട്ട് ഒരു ഭരണ നേതൃത്വം തയ്യാറാവുന്നു എന്ന് പറയുമ്പോൾ എന്താ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഭരണ നേതൃത്വത്തിന് എന്ത് ബാധ്യതയാണ് അവരോടുള്ളത്? കിട്ടിയ പണത്തിൻ്റെ കമ്മീഷൻ മാത്രമായിരിക്കും ഈ കട്ടവന് കിട്ടുന്നത്. എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലീഡർഷിപ്പിന് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഈ ഊരാളുങ്കലിന് മറ്റേ എന്താ കരാർ കൊടുക്കുന്ന പോലെയാണോ? അത് ഇവർക്ക് നാട്ടിലുള്ള കരാർ മൊത്തം ഇപ്പോൾ ഊരാളുങ്കിൽ തന്നെ ആണ് എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇവർക്ക് അതിനകത്ത് ദേ ആർ കമ്മിറ്റഡ്. അപ്പോൾ അതുകൊണ്ടാണല്ലോ സംരക്ഷിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ശബരിമലയിൽ ഒരു കളവ് നടത്തിയ ആളുകളെ പാർട്ടിക്ക് നടപടി എടുക്കുന്നതിനകത്ത് എന്താ തടസ്സം? വിളിച്ചു പറഞ്ഞാലോ? അതാ ഞാൻ പറഞ്ഞ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പം മധുസൂദന് സീറ്റ് കൊടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിട്ട് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞാലും TM മധുസൂദന് സീറ്റ് കൊടുക്കേണ്ടത് CPMൻ്റെ ബാധ്യതയായി മാറി. കാരണം ചിലപ്പോൾ മധുസൂദനൻ നാളെ മധുസൂദനൻ ചോദിക്കും സീറ്റ് കൊടുക്കാതിരുന്ന ബാക്കിയുള്ള കള്ളന്മാർക്ക് സീറ്റ് കൊടുത്തപ്പോൾ എനിക്ക് എന്ത് തരാത്തെന്ന് ചോദിച്ചാൽ തീർന്നില്ലേ? അല്ല, കരാരാജൻ എനിക്ക് സീറ്റ് വേണമെന്ന് പറയുമ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണോ പാർട്ടി? അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞനന്തനെ പോലും സംരക്ഷിക്കേണ്ട ബാധ്യത പാർട്ടിക്കുണ്ടായി. TP ചന്ദ്രശേഖരൻ കേസിൽ കോടതി ശിക്ഷിച്ച, പിന്നെ മറ്റു കേസുകളിലൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് കോടതി ശിക്ഷിച്ചില്ലല്ലോ എന്നാ പറഞ്ഞു. കോടതി ശിക്ഷിച്ചാലല്ലേ ആള് പ്രതിയാവും, ആള് കുറ്റക്കാരനാവുള്ളൂ. ശിക്ഷിച്ച കുഞ്ഞനന്തനെ സംരക്ഷിച്ചു പാർട്ടി അവസാനം വരെ. അപ്പോൾ പിന്നെ എന്ത് മെസ്സേജാണ് പുറത്തു പോകുന്നത്? അപ്പോൾ ഇതൊരു തരം എന്താ പറയുന്ന ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കൊള്ള സംഘമായി. അത് ഈ പാർട്ടിക്ക് കോടതി ഉണ്ടെന്ന് പറഞ്ഞത് ശരിയായിരിക്കും? എനിക്കറിയില്ല. ഞാൻ നിങ്ങൾക്ക് രാഷ്ട്രീയക്കാർക്ക് നിങ്ങൾ നിയമസഭയിലും എന്നാണല്ലോ അവർ അവകാശപ്പെടുന്നത്. പാർട്ടിക്കാരെയൊക്കെ അല്ല, ഇടതുപക്ഷ MLA നിങ്ങളോട് പറയാറുണ്ട് ഇങ്ങനെ അവർക്ക് അവരുടേതായ ഒരു സിസ്റ്റം സംവിധാനമൊക്കെ? അല്ല, ഇപ്പോൾ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാവുന്നയാളെ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ അവർക്ക് മറ്റേ കമ്മ്യൂണിസ്റ്റ് കോടതിയിലല്ലോ അവരെ വിചാരണ ചെയ്യേണ്ടത്. അത് രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിലാണ് അവർ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇത് തങ്ങൾക്ക് വേറെ സംവിധാനമാണ്, ഭരണം ഉണ്ടെന്ന് കരുതി അവർ വേറെ ഞങ്ങൾ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലോ. പിന്നെ എന്തിനാ രാജ്യത്ത് നിയമവും കോടതിയൊക്കെ എന്തിനാ? അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. കാരണം ഇതൊക്കെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നത്, ഭരണഘടനയെ പോലും വെല്ലുവിളിക്കുകയാണ്, നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ്. അടിസ്ഥാനപരമായിട്ട് പറഞ്ഞാൽ ജനങ്ങളെയാണ് വെല്ലുവിളിക്കുന്നത്. ജനങ്ങളെ വെല്ലുവിളിക്കാൻ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഭരണകൂടം തയ്യാറായാൽ പിന്നെ ജനങ്ങൾ അതിൻ്റെ മറുപടി കൊടുക്കുന്നത് ബാലറ്റിലൂടെ ആയിരിക്കും. ഓക്കെ, അതിനിടയ്ക്ക് ഒരു കാര്യം, ഈ അങ്കമാലിയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്ന സ്ഥലം. റോജി അങ്കമാലിക്കർ, ഈ അങ്കമാലി അതിരൂപത, എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് പറയുന്ന
എല്ലാം കേരളത്തിൽ ഞങ്ങളുടെ നാട്ടിൽ ചോദിക്കും ഇതെന്ത് എറണാകുളം അങ്കമാലി ആയതൊരു ഇത് ഏതെങ്കിലും ഒരു പേരിട്ട അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. സിറോ മലബാർ സഭയുടെ ഒരു രീതി അതായതുകൊണ്ട് അങ്ങനെ വരുന്ന ഈ സഭയ്ക്കെതിരെ കാസ എന്ന് പറയുന്നൊരു സംവിധാനം, ഈ സഭയ്ക്കെതിരെ മാത്രമല്ല ക്രിസ്ത്യൻ സഭകൾക്കെതിരെ ഒരു ബദൽ എന്ന് പറയുന്ന ഒരു രീതിയിൽ ഒരു സംവിധാനം വന്നിട്ട് അവർ സംഘപരിവാർ സംസാരിക്കുന്നത് പോലെയാണ് അവർ പല വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നത്. അപ്പോൾ അവരുടെ കൂടെ അവരുടെ പഴയ സോഷ്യൽ മീഡിയയിലെ അവരുടെ പോസ്റ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ താഴെ ചെന്ന് കഴിഞ്ഞാൽ നൂറുകണക്കിന് ക്രിസ്ത്യൻ നാമധാരികളായിട്ടുള്ള ആൾക്കാർ അവർക്ക് പിന്തുണ പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്നതാണ് ശരി, വഖഫ് ഭൂമി നിയമം മുനമ്പം നിങ്ങൾ പറഞ്ഞതാണ് ശരി, മറ്റേത് ലവ് ജിഹാദ് നിങ്ങൾ പറഞ്ഞതാണ് ശരി, പാലാ മെത്രാനെതിരെയുള്ള കേസ് നിങ്ങൾ പറഞ്ഞതാണ് ശരി, പൂഞ്ഞാറിലെ പ്രശ്നം, ഈരാറ്റുപേട്ടയിലെ പ്രശ്നം നിങ്ങൾ, ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു മൂവ്മെൻറ്റ് എന്തെങ്കിലും, ഞാൻ ഇത് പാർട്ടി ലെവലിലേ അല്ല ചോദിക്കുന്നത്, നിങ്ങൾക്ക് നിരീക്ഷണത്തിൽ എങ്ങനെയാണത്? എന്തെങ്കിലും ഒരു അണ്ടർഗ്രൗണ്ടിൽ ഒരു കാസ ബേസിക്കലി BJPയുടെ പ്രൊഡക്റ്റാണ്, RSSൻ്റെ പ്രൊഡക്റ്റ്. BJPയുടെ അല്ല, RSSൻ്റെ ആയിരിക്കും. RSSൻ്റെ പ്രൊഡക്റ്റാണ്. നിങ്ങൾ അവരുടെ നിലപാട് തുടങ്ങിയതല്ല അല്ലേ? അതിപ്പോൾ തുടങ്ങിയതല്ല, അത് വളരെ വർഷങ്ങളായിട്ട് അവർ ക്രൈസ്തവ സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന പേരിൽ തുടങ്ങി. എന്നാൽ അതിൻ്റെ പിന്നിൽ BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നടത്താൻ, സംഘപരിവാറിൻ്റെ വർഗീയ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി, സംഘപരിവാറിൻ്റെ വർഗീയ അജണ്ട BJP എന്ന് പറയണ്ട, നടപ്പാക്കാൻ RSS അല്ല BJP ഉണ്ട് അതിനകത്ത്. കാരണം ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നേരിട്ട് കാസ നേരിട്ടിറങ്ങി BJP സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്ത് BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കുകയാണ്. കാസ ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി നിലനിന്ന ഒരു സംഘടനയാണെങ്കിൽ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടപ്പോൾ അവർ BJPനെ ന്യായീകരിക്കുകയാണ്, അല്ലെങ്കിൽ സംഘപരിവാറിനെ ന്യായീകരിക്കുകയാണ്. അവർ ഞങ്ങളെ കുറ്റം പറയുന്നത്, മനസ്സിലായി, ഞങ്ങൾ ഛത്തീസ്ഗഡിൽ പോയാൽ ഞങ്ങളെ ചീത്ത പറയുകയാണ് അവർ. അപ്പോൾ അവരുടെ ലൈൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അവർ RSSൻ്റെ പ്രൊഡക്റ്റാണ്. അവരുടെ പൊളിറ്റിക്കൽ ലൈൻ എന്ന് പറയുന്നത് BJPയുടെ ലൈനാണ്. BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് വളരെ വളരെ ആസൂത്രിതമായിട്ട് അവർ പല സ്ഥലങ്ങളിലും. പക്ഷേ അത് ആളുകൾക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. തുടക്കത്തിൽ ചില വൈദികരൊക്കെ ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ ചിലരൊക്കെ അത് ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ. പക്ഷേ പിന്നീട് മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിതാക്കന്മാർ പോലും കാസയെ തള്ളി പറഞ്ഞിട്ടുണ്ടല്ലോ. വളരെ സീനിയറായിട്ടുള്ള ബിഷപ്പുമാർ പോലും കാസ സഭയ്ക്കെതിരായിട്ടുള്ള സംഘടനയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ സഭയെ മോശമാക്കാൻ വേണ്ടിയിട്ടുള്ള സംഘടനയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ചില മുസ്ലിം സംഘടനകളുണ്ട്, ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങുന്നത്. അതെ, പക്ഷെ അവരാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് പോലെ ഇത് ക്രൈസ്തവ സഭകളെയും ക്രിസ്ത്യാനികളെയും മോശക്കാരാക്കാൻ. അല്ല, എനിക്ക് തോന്നുന്നു ഇന്നലെ ആണോ മെനിങ്ങാന്നാണോ നിഷികാന്ത് ദുബെ BJPയുടെ നേതാവ് OWൈസിയെ പ്രശംസിച്ചിട്ട് ലോക്സഭയിൽ നിന്ന് പ്രസംഗിക്കുന്നേ. OWൈസി സാബ് കുങ്കുമം തൊട്ടാൽ ഹിന്ദു ആവില്ല, ഞാൻ തലയിലൊരു തൊപ്പി വെച്ചാൽ ഞാൻ ഇസ്ലാം ആവില്ല, പക്ഷേ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോയി സൗദി അറേബ്യയിൽ ചെന്നിട്ട് ഓപ്പറേഷൻ സിന്ദൂറിന് വേണ്ടിയിട്ട് വാദിച്ചത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ OWൈസി ഇവരൊക്കെ പരസ്പരം പാലൂട്ടി വളർത്തുന്ന ശത്രുക്കളാണ്. അതായത് OWൈസി ഉണ്ടെങ്കിൽ നിഷികാന്ത് ദുബൈക്ക് നിലനിൽപ്പുള്ളൂ, നിഷികാന്ത് ദുബൈ ഉള്ളിടത്താണ് OWൈസിക്ക് സ്പേസ് ഉള്ളൂ. അപ്പം ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലത് പക്ഷേ ആൾക്കാർക്ക് മനസ്സിലാവില്ല. കാരണം ഹൈദരാബാദിലുള്ള സംഘമാണ് ഒരു ഇസ്ലാമിക നേതാവ് എങ്ങനെയാണ് എവിടെയും പോയി BJP മത്സരിക്കുന്ന എല്ലാ സ്ഥലത്തും പോയി പുള്ളിയും മത്സരിക്കും. മുസ്ലിം ഭൂരിപക്ഷമുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയി, ബംഗാളിലും ബീഹാറിലും ഒക്കെ നമ്മൾ കണ്ടതല്ലേ. കാരണം അവർക്ക് വോട്ട് ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മാത്രമല്ല BJPക്ക് വർഗീയ അജണ്ട കുറെ കൂടി സ്മൂത്തായി കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അഗ്രസീവായിട്ട് പുഷ് ചെയ്യാൻ വേണ്ടി OWൈസി അപ്പോൾ ഉള്ള ആളുകളുടെ പ്രസൻസ് ആവശ്യമാണ്. ഇത് കാസ തന്നെയായിരിക്കും ഒരു കാസയൊക്കെ അതിൻ്റെ ഒരു വേറൊരു രൂപമാണ്. ഇന്ദ്രേഷ് കുമാറിനെ പോലുള്ള ആൾക്കാരാണ് ഇതിന്റെ പിന്നിലെന്നാണ്. അല്ല, ഞാൻ പറയാം, എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ എന്നെയൊക്കെ എന്തെല്ലാം വിഷയങ്ങളിൽ ഇപ്പോൾ പല വിഷയം ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ഞാൻ പോയി കന്യാസ്ത്രീകളുടെയൊക്കെ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ അവർ നമ്മളെ ചീത്ത വിളിക്കുകയാണ്. കാരണം എന്താ, അവർക്കറിയാം അവിടെ BJP പ്രതിക്കൂട്ടിലാണ്, അല്ലെങ്കിൽ RSS പ്രതിക്കൂട്ടിലാണ്. നമ്മൾ അവർക്കെതിരെ സംസാരിക്കുന്നു. അപ്പോൾ ഇവർ കന്യാസ്ത്രീകൾക്ക് വേണ്ടിയിട്ടല്ല ഇവർ സംസാരിക്കുന്നത്, ഇവർ BJPനെ ന്യായീകരിക്കാൻ ഇവർ. അപ്പം ക്ലിയർ ആണല്ലോ.
അപ്പോൾ അജണ്ട രണ്ടും ഏതാണ്ട് ഒരേപോലെയൊക്കെ തന്നെയാണ്. ഇവർക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിക്കാൻ. അത്രേ ഉള്ളൂ. പിന്നെന്താണ് അങ്കമാലിയിൽ വേറെന്താ വിഷയമുള്ളത്? ഇപ്പോൾ ശരിക്കും വന്യജീവിയൊക്കെ ഇറങ്ങുന്നു. അതാണ് ഇവിടുത്തെ നമ്മുടെ ഈ മലയാറ്റൂർ പോലുള്ള പ്രദേശം, കാലടി പ്രദേശം, എന്താണ് ഇനിയിപ്പോൾ അടുത്തൊരു? കേരളത്തിൻ്റെ മലയോരം മൊത്തം വലിയ അരക്ഷിതാവസ്ഥയാണ്. വന്യജീവി ആക്രമണം ഇത്ര അധികമായിട്ട് കേരളത്തിലുണ്ടായിട്ടുള്ളൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ മാധ്യമപ്രവർത്തകർ എത്രയോ വർഷങ്ങളായി, ഒരു 10-15 വർഷം മുമ്പൊക്കെ ഇതുപോലെ ആനയും കാട്ടുപന്നിയെ കണ്ടുപോയില്ല. ഇപ്പം വ്യാപകമായിട്ട്, അതായത് മലയോരത്തുള്ള വിഷയം, അവർക്ക് ഒന്ന് ആനയും പുലിയും കടുവയും എല്ലാ മൃഗങ്ങളും ഇറങ്ങി അവരുടെ ജീവന് ഭീഷണിയാവുന്നു. ഇനി അവർക്ക് അവിടെ എന്തെങ്കിലും കൃഷി ചെയ്യാന്ന് വെച്ചാൽ അത് നടക്കണം. മണ്ണിന് മേലെ കായ്ക്കുന്ന എല്ലാം ആന വന്ന് നശിപ്പിക്കും, കുരങ്ങ് നശിപ്പിക്കും, മലയെണ്ണ നശിപ്പിക്കും. മണ്ണിനടി കായ്ക്കുന്ന എന്തെങ്കിലും വെക്കാന്ന് വെച്ചാൽ കാട്ടുപന്നി വന്ന് നശിപ്പിക്കും. അപ്പോൾ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ സ്ഥലം വിൽക്കാമെന്ന് വിചാരിച്ചാൽ ഇന്നും മലയോര കർഷകരുടെ സ്ഥലം മേടിക്കാൻ ആരെങ്കിലും തയ്യാറാവുമോ? അതായത് ഒരു കാലഘട്ടത്തിൽ അവിടുന്ന് തിരിച്ച് ഒഴുക്കാണ്. ഒരാളും അവിടെ പോയി സ്ഥലം മേടിക്കാൻ തയ്യാറാണ്. അങ്ങോട്ട് പോകുമായിരുന്നു. അവിടെ ബാങ്കുകൾ ലോൺ കൊടുക്കൂല. ഇപ്പോൾ ഇവരുടെ വസ്തുക്കൾ പണയപ്പെടുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാങ്ക് ലോൺ പോലും കൊടുക്കില്ല. അല്ല, മുൻകാലങ്ങളിൽ അങ്ങോട്ട് കുടിയേറ്റമായിരുന്നു. ഇപ്പോൾ ആളുകൾക്ക് മലയോരത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ അതുകൊണ്ട് ആളുകൾ വലിയ പ്രതിസന്ധിയിലാണ്. ഇതിപ്പം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് നാട്ടിൽ ആനയുടെ എണ്ണം പെരുകുന്നൊന്നും ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ആരും പറയില്ല. പക്ഷേ അതൊരു യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ കാട്ടിൽ മൃഗങ്ങളുടെ എണ്ണം പെരുകുകയോ അല്ലെങ്കിൽ മൃഗങ്ങൾ വലിയ തോതിൽ നാട്ടിലേക്ക് ഇറങ്ങുകയോ ആണ്. അപ്പോൾ ആ സാഹചര്യത്തെ ഗവൺമെൻറ് എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. ആ സാഹചര്യത്തെ കാലടി പ്ലാന്റേഷനൊന്നും അങ്ങോട്ട് പോകാനേ പറ്റില്ല. കാലടി പ്ലാന്റേഷനിലൊക്കെ ആന ഇറങ്ങി കൂട്ടമായിട്ടാണ് വരിക. പണ്ട് ഞങ്ങൾ പറയും ആന, ഇപ്പോൾ ആളുകൾ പറയുന്നത് ആന പണ്ട് ഒറ്റയ്ക്കും പെട്ടയ്ക്കും ഒക്കെ വന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ കൂട്ടുകുടുംബമായിട്ടാണ് വരുന്നത്. പണ്ട് ഏഴാറ്റുമുഖത്തൊക്കെ ആൾക്കാർ വെള്ളത്തിലിറങ്ങി കുളിക്കുമായിരുന്നു പറഞ്ഞു. ഇപ്പോൾ അവിടെ വെള്ളത്തിലിറങ്ങിയാൽ മലമ്പാമ്പ് വെള്ളത്തിൽ കിടക്കുന്നു. എല്ലാ മൃഗങ്ങളും മുഴുവൻ നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ഇതൊരു മാറിയ സാഹചര്യമാണ്. ഞാൻ പറഞ്ഞില്ല, ഒരു ഗവൺമെൻറ് ഉത്തരവാദിത്തം എന്താ? സംസ്ഥാനത്ത് ജനങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് എന്തോ ഒരു പ്രതിരോധം എന്തെങ്കിലും നിങ്ങൾക്ക്, അതായത് ഇപ്പം തമിഴ്നാടൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ വനത്തിൻ്റെ ഉള്ളിൽ മുളയരി കൊണ്ടുപോയി ഹെലികോപ്റ്റർ കൊണ്ടുപോയി വെതറുക. അപ്പോൾ ധാരാളം പല കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതിൻ്റെ ഉള്ളിൽ ടാങ്കുകൾ വനത്തിനകത്ത് ഇപ്പം മൃഗത്തിൻ്റെ ഒരു പ്രത്യേകത, മൃഗം മനുഷ്യനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടും വെള്ളവും ഭക്ഷണമാണ്. മൃഗത്തിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങളിലാണ് പുറത്തേക്ക് വരുന്നത്, നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിനെ വനത്തിനകത്ത് തന്നെ നിർത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. അവിടെ ഭക്ഷണം ഉണ്ടാവണം, വെള്ളം ഉണ്ടാവണം, അവർക്ക് ജീവിക്കാനുള്ള ഒരു ആവാസ വ്യവസ്ഥ വനത്തിനകത്ത് ഉണ്ടാവണം. ഇനി പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ അതിർത്തിയിൽ തടഞ്ഞു നിർത്താനുള്ള മറ്റ് സംവിധാനങ്ങളുണ്ടാവും, പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാവണം. ഇപ്പോൾ അവിടെ ഫെൻസിങ് വേണ്ടിടത്ത് ഫെൻസിങ് വേണം, ട്രെഞ്ച് വേണ്ടിടത്ത് ട്രെഞ്ച് വേണം, ആനമതിൽ നിർമ്മിക്കുന്നിടത്ത് ആനമതിൽ നിർമ്മിക്കണം. ചിലപ്പം ഫെൻസിങ് എല്ലായിടത്തും ചിലപ്പോൾ പ്രായോഗികമാവില്ല. ചില സ്ഥലത്ത് ട്രെഞ്ചായിരിക്കും, ചില സ്ഥലത്ത് ആനമതിൽ വേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഓരോ സ്ഥലം ഏരിയ മനസ്സിലാക്കിക്കൊണ്ട് ഇത് ചെയ്യാനായിട്ടുള്ള പണം അനുവദിക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 10 വർഷം മുമ്പ് വനം വകുപ്പിന് കൊടുക്കുന്ന ഒരു അലോക്കേഷൻ ഇപ്പോൾ കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ഇപ്പോൾ സാഹചര്യം മാറി. കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മലയോര മേഖലയിൽ മുഴുവൻ പ്രശ്നമാണ്. ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? ഗവൺമെന്റിന് അങ്ങനെ ഒരു വകുപ്പുണ്ടോ തന്നെ അറിയത്തില്ല. മയക്കുവടി ഏറ്റത് ആർക്കാന്ന് സംശയമുണ്ട്. മയക്കുവടി ആനയ്ക്കാണോ കൊണ്ടത് അതോ സർക്കാരിലിരിക്കുന്ന ചില ആളുകൾക്കാണോ എന്നുള്ള സംശയത്തിരിക്കുക. ഇനി അങ്കമാലിയെ പറ്റി പ്രത്യേകിച്ചൊരു ചോദ്യം കൂടെ ചോദിക്കാം. എന്തായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിൻ്റെ മുമ്പ്, ഈ അങ്കമാലി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഇൻഡസ്ട്രിയലായിട്ടുള്ള ഭയങ്കര ഡെവലപ്മെൻറ്റ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ കേരളത്തിൻ്റെ പുറത്തുള്ള ആൾക്കാരൊക്കെ കേട്ടിരുന്നത്. കാരണം ഇവിടെ ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങൾ, നമ്മുടെ ഇൻഡസ്ട്രിയൽ ഏരിയാസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും ഒരു ടെൽക്കോ പോലെ എന്തോ ഒരു സ്ഥാപനമൊക്കെ ഉണ്ട്. പിന്നെന്തോ ട്രാക്ടർ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി, അവിടെ ട്രാക്ടർ ഉണ്ടാവുന്നുണ്ടോ, അത് നമുക്ക് ഉപയോഗിക്കുന്നുണ്ടോ അറിയാം. എന്താ ഇവിടെ ഇപ്പം നമുക്ക് അതെന്താ സംഭവിച്ചത്? ഇനി നമുക്ക് ആ ഇൻഡസ്ട്രിയൽ അത് തിരിച്ചു പിടിക്കാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? ഇല്ല, നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു ഒന്ന്, നമ്മുടെ 2 സ്ഥാപനങ്ങൾ അങ്കമാലിക്കുണ്ടായിരുന്നു. ഒന്ന് ടെൽക്കാണ്. ടെൽക്ക് ഇന്ന് പഴയ പ്രതാപമൊക്കെ ടെൽക്ക് നഷ്ടപ്പെട്ടു. അപ്പം ഞാനവിടെ യൂണിയൻ്റെ ഒരു ഭാരവാഹി കൂടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് എഗ്രിമെൻ്റ് ചർച്ചയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പോയപ്പോൾ അവിടെ ടെൽക്കിൻ്റെ മാനേജ്മെൻറ്റ് നമ്മുടെ മുമ്പിൽ കൈമലർത്തുകയാണ്. അല്ലെ, മൊത്തം കാട് പിടിച്ച ടെൽക്കിൻ്റെ മാനേജ്മെൻറ്റ് കൈമലർത്തുകയാണ്. കാരണം അവർക്ക് പഴയ രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ പൊസിഷനിലേക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ടെൽക്ക് ആ തരത്തിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് ബാംബു കോർപ്പറേഷൻ. ബാംബു കോർപ്പറേഷൻ
ഇന്ന് അവരുടെ അവസ്ഥ എന്ന് വെച്ചാൽ ജീവനക്കാർക്ക് ശമ്പളമില്ല, ആനുകൂല്യങ്ങളില്ല, DA ഇല്ല. ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു വലിയ പാവപ്പെട്ട സ്ഥാപനമല്ലേ? നെയ്ത്ത് തൊഴിലാളികളുണ്ട്. ഈ പാവപ്പെട്ട നെയ്ത്ത് തൊഴിലാളികൾ എന്ന് വെച്ചാൽ തുച്ഛമായ വേതനത്തിൽ ജോലിയെടുക്കുന്ന സ്ത്രീകളാണ് ഭൂരിഭാഗവും. അവർക്ക് ഓരോ ആനുകൂല്യങ്ങളും കൊടുക്കാനോ 1 രൂപ കൊടുക്കാനോ, ഇവർക്ക് കൃത്യമായിട്ട് ഈറ്റ പോലും കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് സാധിക്കാത്ത നിലയിലേക്ക് ബാബു കോർപ്പറേഷൻ തകർത്ത് തരിപ്പണമായി. നേരത്തെ പറഞ്ഞതുപോലെ കാട് പിടിച്ച് കിടക്കുകയാണ് അവിടേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ആ നിലയിൽ ഈ നേരത്തെ ഉണ്ടായിരുന്ന സംരംഭങ്ങളൊക്കെ പോയി. പിന്നെ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ട്. ഗിഫ്റ്റ് സിറ്റി ഗിഫ്റ്റ് സിറ്റി വരുന്നു എന്ന് പറയുന്നത് അവിടെ അങ്കമാലി ഗിഫ്റ്റ് സിറ്റി വരുന്നു, 850 കോടി രൂപ. കേൾക്കുമ്പോൾ നല്ല സുഖമുണ്ട്. 7 വർഷമായി. 7 വർഷമായിട്ട് അവിടെയുള്ള ആളുകളുടെ 1 സെന്റ് ഭൂമി എടുക്കാനായിട്ട് ഈ ഗവൺമെൻറ് തയ്യാറായി. അതെവിടെ നമ്മുടെ അയ്യമ്പുഴ 1 സെന്റ് ഭൂമി എടുക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. ഇപ്പൊ വിൽക്കാനും പറ്റുന്നില്ല. ഇപ്പൊ ആളുകളെ സംബന്ധിച്ച് മറ്റേ കേരളയിൽ മഞ്ഞക്കുറ്റി ഇട്ട അവസ്ഥയിൽ അവിടെ പോകാനും പറ്റുന്നില്ല. ഈ കുറെ ആളുകൾ, കുടുംബങ്ങൾ, അവർക്കത് വിൽക്കാൻ പറ്റൂല, അവർക്ക് വായ്പ എടുക്കാൻ പറ്റൂല. സിറ്റി എന്താണ് അവരുടെ കൺസെപ്റ്റ് എന്തായിരുന്നത്? ഇത് വലിയ IT പാർക്ക് പോലെയുള്ള സംവിധാനങ്ങൾ, IT ഫിനാൻഷ്യൽ സർവീസസ് വരുന്നു എന്ന നിലയ്ക്കാണ് CPM-ന്റെ നേതാക്കന്മാരൊക്കെ അവിടെ നടത്തിയ പ്രചരണം എന്ന് പറയുന്നത്. അടുത്ത മാസം കാശ് കിട്ടും, അതിന്റെ അടുത്ത മാസം ഗിഫ്റ്റ് സിറ്റി വരും എന്നാ പറഞ്ഞത്. ഇതേതാ 7 വർഷം മുമ്പ് പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ 7 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ആളുകൾ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് ഒക്കെ കൂടി എന്നെ വിളിച്ചു. അവരുടെയൊക്കെ അവസ്ഥ വളരെ മോശം. ഒരു കല്യാണം നടത്താൻ പറ്റാത്ത അവസ്ഥയാണ് അവർക്ക്. അല്ലെങ്കിൽ കുട്ടികളെ പഠിക്കാൻ വിടാൻ പറ്റാത്ത, ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. 7-8 വർഷം ആയില്ലേ ഇത്? 7 വർഷം വലിയ ഫുൾ പേജ് പരസ്യമൊക്കെ കൊടുത്ത് 7 വർഷത്തിലധികമായി. അപ്പോൾ ഇങ്ങനെ പ്രഖ്യാപനങ്ങളൊക്കെ കുറേ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഉണ്ടായിരുന്ന വ്യവസായങ്ങളും തകർച്ചയിലാണ്. പുതിയതൊന്നും അവർക്ക് കൊണ്ടുവരാൻ ടൂറിസത്തിനും എന്തെങ്കിലും സാധ്യതകളുള്ളതൊന്നും ഒന്നും നടന്നിട്ടില്ല. പക്ഷേ അങ്കമാലിയിൽ എനിക്ക് തോന്നുന്നു നല്ല ടൂറിസത്തിന് ഒരുപാട് സാധ്യതകളുണ്ട്. തീർത്ഥാടന ടൂറിസത്തിന് നമ്മൾ പ്രത്യേകിച്ച് കാലടിയും മലയാറ്റൂരും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തീർത്ഥാടന ടൂറിസത്തിന്റെ പദ്ധതി നമ്മളൊരു ഏജൻസിനെ വെച്ച്, ഞാനൊരു ഏജൻസിനെയൊക്കെ വെച്ച് DPR ഒക്കെ തയ്യാറാക്കി ഇതെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട്, പക്ഷെ ഒന്നും 1 രൂപ പോലും അനുവദിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഇപ്പം അങ്കമാലിയെ ഒരു എന്തെങ്കിലും MLA ഇപ്പോൾ ഒരു കാര്യം ഇതിനകത്തുള്ള ഒരു മാറ്റം, ഇപ്പം നമ്മൾ അങ്കമാലി എന്നല്ല, ഇപ്പോൾ എറണാകുളം, ഞാനൊരു വ്യത്യാസം പറയും. ഇപ്പോൾ എറണാകുളം ജില്ലയെ പരിശോധിച്ചാൽ എറണാകുളം കേരളത്തിൻ്റെ വ്യവസായ തലസ്ഥാനമാണ്. കേരളത്തിൻ്റെ ഖജനാവിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന ജില്ലയാണ്. എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ 10 വർഷത്തിൽ LDF ഗവൺമെൻറ് എന്താണ് ഒരു മേജർ പദ്ധതി കൊണ്ടുവന്നു എന്ന് പറയാൻ കഴിയുക? അത് P. രാജീവ് ഒരുപാട് പ്രഖ്യാപിക്കുന്നുണ്ട്. പ്രഖ്യാപനങ്ങൾക്ക് കുറവില്ല. ഇപ്പോൾ UDFൻ്റെ കാലത്ത് നമുക്ക് എണ്ണി പറയാം. ഇപ്പോൾ കൊച്ചി മെട്രോ പദ്ധതി ആയാലും, അതുപോലെ തന്നെ സ്റ്റേഡിയം ആയാലും, വിമാനത്താവളമായാലും, വിമാനത്താവളത്തിന്റെ സെക്കൻഡ് ഫേസ് ആയാലും, ഗോശ്രീ ആയാലും, വല്ലാർപാടം, ഇങ്ങനെ എറണാകുളത്തിന്റെ മുഖച്ഛായ മാറ്റി എറണാകുളത്തിന്റെ മുഖച്ഛായ മാറ്റി ഈ പദ്ധതികളെല്ലാം UDF കാലത്ത് വന്നതാണ്. കഴിഞ്ഞ 10 വർഷം LDF അധികാരത്തിലിരുന്നു. ഈ മെട്രോയുടെ സെക്കൻഡ് ഫേസ് പോലും അത് 3rd ഫേസാണ്. 3rd ഫേസിന്റെ ഇപ്പം DPR ആവുന്നതേ ഉള്ളൂ. ആ സെക്കൻഡ് ഫേസ് പോലും പൂർത്തിയാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇനി അതല്ലാണ്ട് എന്തോ ഒരു പാലം മാത്രം പണിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. രണ്ടാമതൊരു പ്രോജക്റ്റ്, വേറൊരു പ്രോജക്റ്റ് എറണാകുളത്ത് ഇത്രയും വലിയൊരു വ്യവസായ നഗരത്തിൽ ഒരു പ്രോജക്റ്റ് വേറെ ഒരെണ്ണം കൊണ്ടുവരാനായിട്ട് ഈ ഗവൺമെൻറ് ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ അങ്കമാലിയുടെ അവസ്ഥ പറയണോ? അല്ല, ഇപ്പം റോജി എന്തായാലും ഇപ്പം അടുത്ത UDF സർക്കാരാണെങ്കിൽ റോജി എന്തായാലും ഇവിടെ നിന്ന് ജയിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. എന്തായാലും മന്ത്രിയായിരിക്കും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. കാരണം അങ്ങനെ തന്നെ വിശ്വസിക്കാം. അപ്പോൾ ഈ ബാക്കി കാര്യങ്ങൾ ഈ പറഞ്ഞതെല്ലാം നമുക്കൊന്ന് കേരളത്തിൽ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ ആവശ്യമായിട്ട് എന്തായാലും പ്രോജക്റ്റുകളൊക്കെ കയ്യിലിട്ടല്ലോ. എറണാകുളത്തും കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ശബരി റെയിലൊക്കെ ഇവിടുന്ന് തുടങ്ങേണ്ടതാണ് അല്ലേ? അതെ. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്താലും ഒരുപാട് പണം മുടക്കേണ്ടുന്ന ഒരു മണ്ഡലമാണ് ശരിക്കും ഇവിടെ. മെട്രോ ഇവിടെ വരെ എത്തിക്കണം. ശബരി റെയിൽ ഇവിടുന്ന് നമുക്ക് പാലത്തിനപ്പുറം വരെ കൊണ്ടുപോയി നിർത്തി അവിടുത്തെ ഒരു സ്റ്റേഷനൊക്കെ പണി ഞങ്ങളുടെ വെച്ചിട്ട് ഇന്നൊന്നും ആയിട്ടില്ല. അത് ചെയ്യണം. നമ്മുടെ അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ യാർഡാക്കി മാറ്റുന്നതിനെ പറ്റിയുള്ള പദ്ധതികളൊക്കെ ഉണ്ട് ഇല്ലേ? ഇതൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ 2 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ എന്തെങ്കിലും ചെയ്യാൻ UDF ഗവൺമെൻറ് വരും. വലിയ മാറ്റങ്ങൾ എറണാകുളത്തിനും ഉണ്ടാവും, അങ്കമാലിക്കും ഉണ്ടാവും. അതുപോലെ തന്നെ അങ്കമാലി ശരിക്കും പറഞ്ഞാൽ ഒരു സാറ്റലൈറ്റ് സിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു കൊച്ചിയുടെ ഒരു കവാടമാണ്. അതാ പറഞ്ഞത്, നമ്മൾ നോയിഡ പോലെയോ ഗുഡ്ഗാവ് പോലെയോ ഒക്കെ നോക്കുമ്പോൾ ഡൽഹിയുടെ സിറ്റി അതുപോലെ മാറ്റം. ഇപ്പോൾ നമുക്ക് ഇവിടെ എയർപോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു എയ്റോ, എന്തായാലും അവരവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അതിനോടനുബന്ധിച്ച് നമ്മളിപ്പോൾ ഡൽഹിയിലൊക്കെ ഉള്ളതുപോലെ ഒരു എയ്റോ സിറ്റിക്കുള്ള സ്കോപ്പ് ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ കൊച്ചി മെട്രോയുടെ എക്സ്റ്റൻഷൻ 3rd ഫേസ് നടക്കേണ്ടതായിട്ടുണ്ട്.
അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ്. ഓക്കെ. നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് 7-8 വർഷമായി ഈ ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം ഇന്നിപ്പോൾ നമ്മൾ എറണാകുളത്ത് പരിശോധിച്ചാൽ അങ്കമാലിയിലെ ട്രാഫിക് ബ്ലോക്ക്, ആലുവയിലെ ബ്ലോക്ക്, ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നം അത് ഞാൻ ലാസ്റ്റ് ചോദിക്കാൻ ആലുവയിലെ ട്രാഫിക് ബ്ലോക്ക്, കളമശ്ശേരിയിലെ ബ്ലോക്ക്, എടപ്പള്ളിയിലെ ബ്ലോക്ക്, ബൈപ്പാസിൽ മുഴുവൻ മരട് കുണ്ടന്നൂർ വരെയുള്ള ബ്ലോക്ക്. ഇതിന് പരിഹാരം എന്ന് പറയുന്നത് അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസാണ്. 7 വർഷമായി ഇതിൻ്റെ ചർച്ച നടക്കുന്നു. ഇതുവരെ നേരത്തെ പറഞ്ഞതുപോലെ 1 സെൻറ്റ് ഭൂമി എടുക്കാനായിട്ട് ഗവൺമെൻറ് സാധിച്ചിട്ടില്ല. അതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞു പോയി. പിന്നെ ഒടുവിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ വീണ്ടും അത് കറക്കിക്കൊണ്ടുവരുന്നു. കാരണം ഇത് നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്ന സമയത്ത് സ്ഥലം എടുത്തിട്ടില്ല. ഏതാണ്ട് 5 വർഷക്കാലം നോട്ടിഫിക്കേഷൻ നിലനിന്നിരുന്ന സമയത്ത് ഈ ഭൂമി ഏറ്റെടുക്കാനായിട്ട് അന്ന് സാധിച്ചിട്ടില്ല. അത് ലാപ്സായി കളഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ വരുമ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് അങ്കമാലി മാറും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രോജക്റ്റ് ഇപ്പം ചർച്ചയിലുള്ളത് കൊടുങ്ങല്ലൂർ അങ്കമാലി ബൈപ്പാസാണ്. അതായത് മറ്റ് ദേശീയപാതയും നമ്മുടെ ഈ 6 വരി പാതയും നമ്മുടെ തൃശ്ശൂർ എടപ്പള്ളി പാതയും തമ്മിലുള്ള ഒരു കണക്ഷൻ, അതും ഇപ്പോൾ പ്രപ്പോസ്. അപ്പോൾ ഇത് ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായും അങ്കമാലിക്ക് വലിയ മാറ്റം വരാനുള്ള. നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ കേൾക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ആൾക്കാർ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ബാങ്കാവല ജംഗ്ഷനിൽ നിന്ന് ഈ കോതകുളങ്ങര ജംഗ്ഷൻ വരെ ഒരു മേൽപ്പാലം പണിഞ്ഞാൽ ദീർഘദൂര വണ്ടികളൊക്കെ മറ്റേ ട്രെയിലറും ട്രാക്ടറും അതൊക്കെ അവരൊക്കെ അതൊക്കെ അങ്ങ് പൊക്കോളും, എന്തിനാണ് ഈ റോഡ് ബ്ലോക്കൊക്കെ ഇടുന്നതെന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരെ കുറിച്ച് ഞങ്ങൾ കുറേ നാളായിട്ട് കേൾക്കുന്നുണ്ട്. അതിന് എന്തെങ്കിലും ഒരു സാധ്യത? അല്ല, ഇപ്പം അതിന് നമ്മൾ, കാരണം നമുക്കറിയാം ടൗണ് കരയാമ്പറമ്പ് തുടങ്ങി നമ്മൾ ദേശീയപാത മണ്ണുത്തിൽ നിന്ന് വരുമ്പോൾ കരയാമ്പറമ്പ് വരെയുള്ള സർവീസ് റോഡും വീതിയും സംവിധാനങ്ങളും ഇവിടേക്ക് വരുമ്പോൾ അത് രണ്ടായിട്ട് ചുരുങ്ങുകയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു കഞ്ചഷൻ ഉണ്ട്. അപ്പോൾ അതിന് സൊല്യൂഷനായിട്ടാണ് നമ്മൾ ഈ ബൈപ്പാസ്, അങ്കമാലി ബൈപ്പാസും അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസും ഒക്കെ. അത് ടെൽക്കിലിൻ്റെ അവിടെ ചെന്ന് കയറുന്നതാണ്. അതെ, റെയിൽവേ സ്റ്റേഷൻ്റെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം സജസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ആ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോയത്. ഇപ്പോൾ ഇതിനൊന്നും സർക്കാർ പ്രഖ്യാപിച്ചത് കൊണ്ടൊരു പദ്ധതിയാവില്ല. ഇപ്പോൾ ഇവർ കിഫ്ബി എന്ന് പറയുന്നുണ്ട്. ഒരു യാഥാർത്ഥ്യം നിങ്ങൾ അറിയേണ്ടത്, 1 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ എന്നാണ് പറയുന്നത്. എന്നാണല്ലോ പരസ്യം തരുന്നത്, പത്രങ്ങൾക്കെല്ലാം പരസ്യം തരുന്നതാണ്. ഈ 1 ലക്ഷം കോടിയുടെ പദ്ധതിയിൽ നടന്നത് 30,000 കോടിയുടെ പദ്ധതിയാണ്. എന്ന് വെച്ചാൽ 10 വർഷം കൊണ്ട് 30,000 കോടി രൂപയുടെ പദ്ധതി, വിച്ച് മീൻസ് ഒരു വർഷത്തിൽ 3,000 കോടിയുടെ പദ്ധതി അത്രേ ആകെ നടന്നിട്ടുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കണക്ക് പരിശോധിക്കാം. ഞാനിതെല്ലാം കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളാണ്. ഇതൊക്കെ നിയമസഭയിലും പറയുന്ന ആളാണ്. ഒരു വർഷത്തിൽ 3,000 കോടിയുടെ പദ്ധതി നടത്തിയതാണോ ഒരു ഗവൺമെൻറ്റിൻ്റെ ഇത്രയും വലിയ എന്താ പറയുന്ന സംഭാവന എന്ന് പറയുന്നത്? ഇവിടെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു വർഷത്തിൽ അതിൽ കൂടുതൽ പദ്ധതി കിടക്കുന്നുണ്ട്. അപ്പം ഇത് വലിയ പ്രഖ്യാപനം നടത്തുന്നതിനകത്ത് പ്രഖ്യാപനങ്ങൾക്കൊന്നും ഒരു കുറവില്ല. കുട്ടനാടിന് 5,000 കോടിയുടെ പാക്കേജ്, മറ്റേ തീരദേശത്ത് 10,000 കോടിയുടെ പാക്കേജ്, എന്താ പറയുക, വയനാട്ടിൽ സുപ്രീം കോടതി പോയിട്ട് കിഫ്ബി ഞങ്ങളുടെ അല്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ പറയാണ് കിഫ്ബി ഞങ്ങളുടെ ആണെന്ന്. അപ്പോൾ ഇതാണ് ഈ ഗവൺമെന്റിന്റെ ഒരു ബാക്കി പത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കും, അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ഈ തിരക്കിനിടയിൽ എന്താ പറയുക സമയം ചെലവഴിച്ചതിലും സംസാരിച്ചതിലും നന്ദി. നമുക്ക് വീണ്ടും കാണണം. തെരഞ്ഞെടുപ്പിന് മുമ്പ്, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ നമുക്ക് ഒന്നും കൂടെ കാണാൻ കഴിയും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഒന്നും കൂടെ കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും എല്ലാ ആശംസകളും, വിജയാശംസകളും, ഭാവിയിലേക്കുള്ള യാത്ര സുഗമമാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.